ഇന്ന് നമ്മളൊരു അലോവേര രണ്ട് തരം അലോവേര ആയിട്ട് കൊണ്ടുവന്നത് കമ്പാരിസൺ ആണ്. ഇതിലേതാണ് ബെറ്റർ, പതഞ്ജലി സൗന്ദര്യയുടെ അലോവേര ആണോ അതോ ബോറോപ്ലസ്? ഇത് ചന്ദൻ ഹൽദി കേസർ ആണ്. ഇത് രണ്ടും ഗ്ലോയിങ്ങിന് വേണ്ടിയിട്ടാണ്. രണ്ടിലും ഉണ്ട് ഫെയർ സ്കിൻ. ഇത് ഇൻസ്റ്റൻറ്റ് സൊല്യൂഷൻ ഫോർ പിമ്പിൾസ്, റിങ്കിൾസ് ആൻഡ് ഗ്ലോയിങ് ഫെയർ സ്കിൻ. ഇത് സൂത്തനിങ് മോയ്സ്ചറൈസിങ് ഗ്ലോ അതുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കുന്നത്, ഏറ്റവും കൂടുതൽ അതായത് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിലെ ഏറ്റവും ആദ്യം എഴുതിയിരിക്കുന്ന 3 എണ്ണമായിരിക്കും എപ്പോഴും അത് ഈ ഒരു ഏത് സാധനത്തിനാലും കൂടുതൽ ഉള്ളത്. പിന്നീടാണ് പുറകെ വരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ 3 എണ്ണമാണ്. പതഞ്ജലിയുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അലോവേരയുടെ സയൻറ്റിഫിക് നെയിമാണ് അലോവേര ലീഫ് എക്സ്ട്രാക്ട്. 90% ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ വന്നിരിക്കുന്ന വൈറ്റമിൻ ഇ, പെർമിറ്റഡ് കളർ, സുഗന്ധദ്രവ്യ, ഇത്രയാണ് ഇതിൽ അവർ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുള്ളൂ പതഞ്ജലി. നെക്സ്റ്റ് ഇത് ബോറോപ്ലസ്. ഇത് ബോറോപ്ലസ് അലോവേര ഹൽദി ചന്ദൻ കേസറാണ്. അതുപോലെ ഇതിൽ വലിയ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബോറോപ്ലസിൽ. ഇവിടെ കൊടുക്കാം. ആദ്യം തന്നെ അക്യോർ വാട്ടറാണ്, പ്രൊപ്പലൈൻ ഗ്ലൈക്കോൾ ആണ്, പിന്നെ നിയാസിനമൈഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അലോവേര ലീഫ് എക്സ്ട്രാക്ട് വരുന്നത്. അതായത് 4ാമത്തെ ആണ് അലോവേര ലീഫ് എക്സ്ട്രാക്ട് ഇൻഗ്രീഡിയൻസിൽ ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം തുളസിയുടെ എക്സ്ട്രാക്റ്റ് ഉണ്ട്, നീം ലീഫിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്, ലെമൺ പീലിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്, ടേമറിക് എക്സ്ട്രാക്റ്റ് ഉണ്ട്, സാൻഡൽവുഡ് ഉണ്ട്, കേസറും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കെമിക്കൽസ് ആണ്. ഇനി ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അലോവേര സൗന്ദര്യയുടെ കൺസിസ്റ്റൻസി എപ്പോഴും അത് ഷേക്ക് ചെയ്തിട്ട് എടുക്കാറുള്ളൂ. ഇങ്ങനെ ഒരു ജെൽ കൺസിസ്റ്റൻസി തന്നെയാണ്. ഒരു ലൈറ്റ് ഗ്രീൻ ടിൻറ്റുണ്ട്, ഒരു ലൈറ്റ് ഗ്രീൻ അറിയില്ല. ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കാം. വാട്ടർ ഇങ്ങനെ നമ്മൾ തേക്കുമ്പോൾ തന്നെ ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലോട്ടാണ് പോകുന്നത്. എൻ്റെ സ്കിന്നിൽ ഇത് അബ്സോർബ് ആകാൻ ഏകദേശം ലൈക്ക് ഒരു 4-5 സെക്കൻഡുകൾ, ഒരു 10 സെക്കൻഡാണ് നമുക്ക് കൗണ്ട് ചെയ്യാം. അതായത് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ക്യാമറയിൽ. അത് ആ ഒരു വെള്ളം തന്നെ നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ അലോവേര ഇട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ അറിയില്ല. ലൈറ്റ് വെയിറ്റ് ആണ്. മണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോകുന്നുണ്ട്, ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ബോറോപ്ലസ് അലോവേരയുടെ കൺസിസ്റ്റൻസി നോക്കാം. ഷേക്ക് ചെയ്യുമ്പോൾ ഇതിന് വന്നിട്ട് ഒരു ലൈറ്റ് യെല്ലോ ടിൻ്റാണ്. ഇതാ ഇവിടെ കാണുന്ന പോലെ തന്നെ ഒരു ലൈറ്റ് യെല്ലോ ടിൻ്റാണ്. സെയിം തന്നെയാണ്. ഓക്കെ, ബോറോപ്ലസ് ഇതാണ് ലൈറ്റ് യെല്ലോ ടിൻ്റ്. അറിയില്ല, സ്കിന്നിൽ വരുമ്പോൾ രണ്ടും ബാലൻസ്ഡ് ആണ്. ഇതിന് നമ്മളിങ്ങനെ സ്പ്രെഡ് കയ്യിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തേക്കുമ്പോൾ എന്താ പറയുക, സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു കേസർ, ആ ഒരു ചന്ദനത്തിൻ്റെ ആ ഒരു കുങ്കുമപ്പൂവിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് ലൈറ്റ് വെയിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ബട്ട് ഇത് കുറച്ചിങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കും. എനിക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഇത് ഇഷ്ടമല്ല. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇത് പതഞ്ജലിയും ഇത് ബോറോപ്ലസ് ഹൽദി ചന്ദൻ കേസർ. കണ്ട ഒട്ടിപ്പിടിക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ വരും. പക്ഷെ ഇതിനങ്ങനെ ഇല്ല. ഈ ഒരു സൈഡ് കുറച്ചും കൂടെ എൻ്റെ സ്കിന്നിൽ ലൈറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതെനിക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും സ്കിന്നിൽ. എനിക്ക് അങ്ങനത്തെ പ്രൊഡക്റ്റ് ഇഷ്ടമല്ല. മീൻസ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒട്ടരുത്, ഇങ്ങനെ ജെൽ കൺസിസ്റ്റൻസി തന്നെ ഇരിക്കണം. ഇതിൽ പതഞ്ജലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ തേക്കുമ്പോൾ തന്നെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ മണം നിൽക്കുകയുള്ളൂ. ഇതിൽ ഏകദേശം ബോറോപ്ലസിന് 1 മിനിറ്റോളം ആ മണം നിൽക്കുന്നുണ്ട്. സ്കിന്നിന് ഇത് കുറച്ച് സ്റ്റിക്കിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയ അലോവേര എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടെ എളുപ്പം ആയിട്ട് തോന്നിയ, പെട്ടെന്ന് അബ്സോർബേഷൻ ഉള്ളതും അതുപോലെ തന്നെ സ്റ്റിക്കി അല്ലാത്തത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നി ഈ അലോവേരയാണ്. വിയർത്ത് കഴിഞ്ഞാൽ എനിക്ക് അത് സ്റ്റിക്കി ആയിട്ട് തോന്നില്ല. ബട്ട് ഈ ബോറോപ്ലസ് വിയർത്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുണ്ടാവും. എനിക്ക് അങ്ങനത്തെ പ്രൊഡക്റ്റ് ഇഷ്ടമല്ല. അത് മാത്രമല്ല ഇതിൽ 90% അലോവേര ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് അലോവേരയാണ് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് ബട്ട് ഇതും കുഴപ്പമില്ല. ഇവർ രണ്ടുപേരും ഞാൻ ഉപയോഗിച്ചത് തന്നെയാണ്. ഏകദേശം ഇത് 2 ആഴ്ചയും ഇത് 1 ആഴ്ചയായിട്ട് ഉപയോഗിച്ചു. മുഖത്തിനും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
ബട്ട് ഇത് സ്റ്റിക്കിയാണ്. ഇതിൽ അലോവേരയുടെ കണ്ടന്റ് കുറവാണ്. ഇതിൽ അലോവേരയുടെ കണ്ടന്റ് കൂടുതലാണ്. നോൺ സ്റ്റിക്കിയാണ് എൻ്റെ സ്കിന്ന്, അതുകൊണ്ട് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നു. സോ യാ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനി ഇതുപോലത്തെ ഏത് സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ കമ്പാരിസൺ വീഡിയോസൊക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, PH ആണെങ്കിലും അതും കമൻറ്റിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ, ടേക്ക് കെയർ.